ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ കണ്ടൻറ്റൊന്നുമില്ല, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും വരാത്തത്. ഇന്നിപ്പോൾ പുറത്തുനിന്നിരുന്നു നല്ല നിലാവുള്ള സമയത്ത് ഇങ്ങനെ പുറത്തുനിന്നിരിക്കണം. എന്തൊരു മഴയൊക്കെ പെയ്തായിരുന്നു. അപ്പോൾ ഒരു തണുപ്പൊക്കെ ഉണ്ടല്ലോ, പുറത്തിറങ്ങാൻ പറ്റില്ല, നല്ല ചൂടാണ്. കുടിയിലാണെങ്കിൽ നന്നായിട്ട് വാഴയൊക്കെ നട്ടു, പാവലും പച്ചക്കറിയൊക്കെ ഇട്ട് നല്ല രസമായി കുടിയിലൊക്കെ. ഇതെല്ലാം പൊങ്ങി വന്നിട്ടുള്ളൊരു വീഡിയോ ചെയ്യാൻ, കാരണം നട്ട് എല്ലാം നീറ്റാക്കിയിട്ടിട്ട് നല്ല രസമാണ്. വാഴയൊക്കെ കുറേ നട്ടു. അപ്പോൾ ഇത് കുറേ അധ്വാനമായിരുന്നു കുടിക്കിട്ടൊക്കെ എപ്പോഴും എല്ലാ ദിവസവും. പിന്നെ പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നുമില്ല വീഡിയോയുടെ. അവിടെ കുവൈറ്റിലൊക്കെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ റിയാദിൽ വെച്ചിട്ട് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വന്നിരുന്നപ്പോൾ നല്ല നിലാവൊക്കെ കണ്ടു, നല്ല തണുപ്പുണ്ട്. അപ്പോൾ പുറത്തൊന്നും എനിക്ക് ചുമ്മാ വീഡിയോ ഇറങ്ങി തോന്നി. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു. രാത്രി എൻ്റെ ഒപ്പം കൂട്ടിന് ഒരു 2 പേരുണ്ട്. ഞങ്ങളുടെ പൂച്ചകളാണ്. 2 വെളുമ്പനും, ഒരു വെളുമ്പനും ഒരു വെളുമ്പിയാട്ടോ. കയറിപ്പോണേ, വീട്ടിലേക്ക് കയറിപ്പോണ രംഗമാണ്. പക്ഷെ അടുക്കളയുടെ വാല് പൂട്ടിട്ട് അടുക്കളയിലേക്ക് കയറി എന്തെങ്കിലുമൊക്കെ തട്ടി ചാടിക്കും. അവൾ പെണ്ണാ, ഇവിടെ ചെറുക്കൻ, ഇവൻ ചെറുക്കൻ. ഇവിടെ ഇരുന്ന് ഇങ്ങനെ നിലാവൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമുണ്ട്. ഇങ്ങനെ മുറ്റത്ത് ഈ പൂച്ചകളോടൊക്കെ വർത്താനം പറഞ്ഞ്. അടുത്ത ആളാണ് കേട്ടോ. ഇവൾക്കൊരു കഥയുണ്ട്. ഇവർ 3 ഒന്നാണ്. അപ്പോൾ അവർ 2 മാത്രമേ തള്ളാൻ നോക്കിയുള്ളൂ. ഈ കറമ്പിപ്പെണ്ണ് ബ്ലാങ്കറ്റിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയായിരുന്നു. 3-4 ദിവസം. അപ്പോൾ 2 കുഞ്ഞിനെ കാണുള്ളൂ, ഒരു കുഞ്ഞിനെ കാണുള്ളൂ. അപ്പോൾ ഇവള് വിചാരിച്ചു, ഞാൻ ഇവിടെ ഉണ്ടായില്ലൊക്കെ വീട്ടിലല്ലായിരുന്നു. ഇവള് വിചാരിച്ചു അതിനെ കണ്ട് പൂച്ച കൊണ്ട് വല്ലയിടത്തും കൊണ്ട് കളഞ്ഞോ, അല്ലെങ്കിൽ എന്തെങ്കിലും പിടിച്ചോണ്ടോ എന്നൊക്കെ വിചാരിച്ചു. 3-4 ദിവസം കഴിഞ്ഞ ഒരു ദിവസം നോക്കിയപ്പോൾ ഒരു പൂച്ച മുകളിലൊരു ബാസ്ക്കറ്റിൻ്റെ ഉള്ളിലാണ് പ്രസവിച്ചിരുന്നിരുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ ബ്ലാങ്കറ്റിൻ്റെ ഉള്ളിൽ നിന്നൊരു കുഞ്ഞ് കരച്ചിൽ കേൾക്കാം. അപ്പോൾ പൂച്ചക്കുഞ്ഞ് ആ ബ്ലാങ്കറ്റിൻ്റെ ഉള്ളിരുന്ന് അസ്ഥി കൂടും പോലെ ആയിരുന്നു. എന്നിട്ട് പിന്നെ പാലൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത് നന്നാക്കി എടുത്താണ്. അവളാണ് അപ്പോൾ ഇവർ 2 ഏറ്റവും ചെറുത്. നമുക്ക് ഈ പാൽ കുടിക്കാനൊന്നും പറ്റിയില്ലോ. 3-4 ദിവസം വെള്ളം വരെ കഴിക്കണ്ട്. അത് അതിൻ്റെ ഉള്ളിലല്ലായിരുന്നു. ഇങ്ങനെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. കുറേ ദിവസങ്ങൾക്ക് ശേഷം എന്നാ പുറത്തിറങ്ങിയിരിക്കണം, കാരണം തണുപ്പൊക്കെ ഉണ്ട്.